നമസ്തേ. ഒരു പ്രത്യേക അഭ്യർത്ഥനയാണ്. ഒരല്പസമയം ദയവായി ഇതിനു വേണ്ടി ഒന്ന് മാറ്റിവെക്കണം. കാരണം എനിക്ക് ഒരു മനസമാധാനം കിട്ടും, മനസ്സിൻ്റെ ഒരു ഭാരം ഇറക്കി വെക്കാൻ കഴിഞ്ഞു എന്ന സംതൃപ്തിയെങ്കിലും ലഭിക്കും. ജീവിതത്തിൻ്റെ നല്ല സമയത്ത് വിധവയാകുവാൻ വിധിക്കപ്പെട്ടവളായിരുന്നു ഞാൻ. എൻ്റെ അച്ഛനും അമ്മയും അവരാൽ കഴിയാവുന്ന രീതിയിൽ എനിക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതം തന്നെ ഒരുക്കി തന്നു. സൽസ്വഭാവിയും കഠിന അധ്വാനിയുമായിരുന്ന ഒരു ഭർത്താവിനെയാണ് എനിക്ക് ലഭിച്ചത്. വളരെ ഐശ്വര്യകരമായ രീതിയിൽ ഞങ്ങൾ ജീവിച്ചു വന്നു. ജീവിച്ച് കുറേ അങ്ങോട്ട് കഴിയവേ ഞാൻ ഗർഭിണിയായി. ഗർഭത്തിൻ്റെ പ്രാരംഭകാലത്ത് തന്നെ അരികിലുള്ള ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ചു. അവർ ചില ടെസ്റ്റുകളൊക്കെ നടത്തിയതിന് ശേഷം എന്നോട് പറഞ്ഞു, ഈ ഗർഭം നിങ്ങൾ ധരിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് നിങ്ങളുടെ ജീവന് വളരെയേറെ ദോഷകരമായി ബാധിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങളത് ഉപേക്ഷിക്കണം. കാരണം നിങ്ങളുടെ നിലവിലെ ശാരീരിക അവസ്ഥ വെച്ച് നിങ്ങൾക്ക് ഗർഭധാരണം നടത്തിയാലും ആരോഗ്യമുള്ള ഒരു കുട്ടിക്ക് ജന്മം നൽകുവാൻ കഴിയുമോ എന്നത് സംശയമാണ്. ഒരു പക്ഷേ അങ്ങനെ ജന്മം നൽകിയാലും നിങ്ങളുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലേക്ക് എത്തപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. മരണമോ ഒരു പക്ഷേ ശരീരം പരിപൂർണമായി തളരുവാനോ ഉള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. എന്നെ പരിശോധിച്ച ആ ഡോക്ടറിൻ്റെ ഈ അഭിപ്രായം എന്നിൽ വല്ലാത്ത ആഘാതത്തെ സൃഷ്ടിച്ചു. എങ്കിലും ഏത് വിധേനയും ഒരു സന്തതിക്ക് ജന്മം കൊടുക്കണമെന്ന് അളവറ്റ് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ എൻ്റെ ഭർത്താവും എൻ്റെ ബന്ധുമിത്രാദികളുമെല്ലാം എന്നെ അതിൽ നിന്ന് വിലക്കുവാൻ ശ്രമിച്ചു. എന്തിന്? ഡോക്ടർ പോലും പരമാവധി എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, ഒരു സന്തതിക്ക് ജന്മം കൊടുത്തതിന് ശേഷമാകട്ടെ എന്ന ഉറച്ച തീരുമാനം ഞാൻ എടുത്തു. അങ്ങനെ എൻ്റെ ഗർഭകാലം പൂർത്തിയായി. സർവേശ്വരനോടുള്ള നിരന്തരം പ്രാർത്ഥന മൂലമാണോ, തൊട്ടരികിലുള്ള ദേവീക്ഷേത്രത്തിലെ ദേവിയെ ഉള്ളുരുകി പ്രാർത്ഥിച്ചതുകൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഉത്തമയായ ഒരു സന്തതിക്ക് ഞാൻ ജന്മം കൊടുത്തു. ആരോഗ്യദൃഢഗാത്രയായ ഒരു പൊന്നുമോക്ക് ഞാൻ ജന്മം കൊടുത്തു. ഈശ്വരകൃപ കൊണ്ട് എനിക്ക് മരണമൊന്നും സംഭവിച്ചില്ല. പക്ഷേ ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ ആ പ്രസവത്തോട് എന്നെ ബാധിക്കുകയുണ്ടായി. അതിനേക്കാൾ എന്നെ സങ്കടപ്പെടുത്തിയത് എൻ്റെ മകൾക്ക് 4 വയസ്സെത്തുമ്പോൾ അവളുടെ അച്ഛൻ ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറഞ്ഞുപോയി. ഒരപകടത്തിൽ അദ്ദേഹം ഞങ്ങളെ ഉപേക്ഷിച്ചു പോയി. എൻ്റെ ഈ പറക്കമുറ്റാത്ത കുഞ്ഞിനെ ഞാൻ എന്തു ചെയ്യും? എന്താണൊരു മാർഗം? താങ്ങായി തണലായിരുന്ന അച്ഛനും അമ്മയും യാത്ര പറഞ്ഞുപോയി. പരസഹായത്തിന് പോലും ആരുമില്ലാത്ത അവസ്ഥ. എന്തു ചെയ്യണമെന്നറിയാൻ കഴിയാതെ ആകെ ബുദ്ധിമുട്ടി. എങ്കിലും എൻ്റെ പതി എന്നോടൊപ്പമുണ്ട് എന്ന വിശ്വാസത്തിലും സർവേശ്വരൻ എന്നോടൊപ്പമുള്ളപ്പോൾ ഞാൻ പതറരുത്, പരിഭ്രമിച്ചു പോകരുത് എന്ന ഉറച്ച തീരുമാനം എന്നിലേക്ക് എത്തപ്പെട്ടതിനാലും ഞാൻ സധൈര്യം മുന്നോട്ട് പോയി. എൻ്റെ മകളെ പൊന്നുപോലെ ഞാൻ വളർത്തി. അവൾ ആവശ്യപ്പെട്ടതെല്ലാം അവൾക്ക് ഞാൻ വാങ്ങിക്കൊടുത്തു. മറ്റുള്ള അച്ഛനുള്ള കുട്ടികൾക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ അവൾക്ക് നേടിക്കൊടുത്തു. കാരണം ഒരു കുറവും വരരുത്, അച്ഛനില്ലാത്തതിൻ്റെ അഭാവം എൻ്റെ പൊന്നുമോൾ അറിയരുതെന്ന് അഗാധമായി ഞാൻ ആഗ്രഹിച്ചു. അതിനനുസരിച്ച് കടവും ഇടവും ഒക്കെ വാങ്ങി അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുത്തു. പിന്നീട് അവൾ കൗമാരം കടന്ന് യൗവനത്തിലേക്ക് എത്തിയപ്പോൾ അളവറ്റ രീതിയിൽ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നത് കൊണ്ടാകാം പലപ്പോഴും അവളുടെ ആഗ്രഹങ്ങൾ അതിരുകൾ ഭേദിച്ച് അപ്പുറത്തേക്ക് പോകുമായിരുന്നു. എങ്കിലും ഞാനത് കാര്യമാക്കിയില്ല. അവളുടെ അമ്മയല്ലേ ഞാൻ. അവളുടെ ആഗ്രഹം ആരോട് പറയാനാ? എന്നോടല്ലാതെ. അപ്പോൾ എനിക്കല്ലേ അത് സാധിച്ചു കൊടുക്കാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ അമ്മയാവുകയില്ലല്ലോ. പൂർവികർ പറഞ്ഞിട്ടുണ്ട്, പുരാണങ്ങളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, അറിവുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു സന്തതിക്ക് ജന്മം കൊടുക്കുന്നത് കൊണ്ട് അമ്മയാകുന്നില്ല. തൻ്റെ കാലിൽ നിൽക്കാൻ ത്രാണിയാകുന്നത് വരെ ആവശ്യമുള്ള അന്നവും വസ്ത്രവും അറിവും കൊടുക്കുന്നവളാണ് അമ്മയെന്ന് പുരാണങ്ങളും പുരാണ ആചാര്യന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് പൂർണ്ണമായി പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സ്വല്പമെങ്കിലും ജീവിതത്തിൽ പാലിക്കണമെന്ന് ഞാൻ ചിന്തിച്ചു. എൻ്റെ മകൾക്ക് ആവശ്യമുള്ളതും അതിനപ്പുറവും ഞാൻ നൽകുവാൻ ശ്രദ്ധിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിനം മകളുടെ വിവാഹ ആലോചന ഞാൻ നടത്തുന്നു എന്ന വിവരം പറഞ്ഞ് എൻ്റെ മകൾ പറഞ്ഞു, എനിക്ക് വേണ്ടി ആരും ചെറുക്കനെ ഒന്നും അന്വേഷിച്ച് നടക്കണ്ട, ഞാനൊരു പയ്യനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആരാണ് അവൻ എന്ന് ഞാൻ ചോദിച്ചു. അത് ആരാണെന്ന് ഞാൻ പറഞ്ഞാൽ എടുത്ത വായിലെ അമ്മ പറയും, അത് വേണ്ട അത് വേണ്ട. അങ്ങനെ പറയാൻ ആണ് തീരുമാനമെങ്കിൽ ഞാൻ എൻ്റെ വഴി നോക്കിപ്പോകും. ഞാനൊന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു, ഞാൻ ഈ പറയുന്ന വ്യക്തിയായിരിക്കും ഞാൻ വിവാഹം കഴിക്കുക. അമ്മയുടെ കാഴ്ചപ്പാടിൽ അയാൾ ദുസ്വഭാവിയായിരിക്കാം, പല കുറവുകളും കാണാം. പക്ഷേ എനിക്ക് എൻ്റെ ജീവനായാൽ, അതുകൊണ്ട് എനിക്ക് അയാളെ വിവാഹം കഴിച്ചു തരണം, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വാട്ടിന് ഇറങ്ങിപ്പോകും എന്ന് എൻ്റെ മകൾ പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ 2ാമത്തെ അഗ്നിപർവ്വതം പൊട്ടി. എങ്കിലും എൻ്റെ മകൾ എന്നിൽ നിന്ന് അകന്നു പോകുന്നതിനെപ്പറ്റി എനിക്ക് സ്വപ്നേവി ചിന്തിക്കുവാൻ കഴിയുമായിരുന്നില്ല. അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ വീണ്ടും ഞാൻ മുന്നിട്ടിറങ്ങി.
അവൾ പറഞ്ഞ യുവാവിനെ തന്നെ വിവാഹം കഴിച്ച് അവളോടൊപ്പം ജീവിക്കുവാനുള്ള സൗകര്യം ഞാൻ ഒരുക്കി കൊടുത്തു. വിവാഹം കഴിഞ്ഞ് ഏകദേശം 1-2 വർഷങ്ങളോളം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. എന്നാൽ കാലങ്ങൾ ക്രമാനുഗതമായി കഴിയുന്നതോടുകൂടി അവൾ എന്നിൽ നിന്ന് വളരെ വളരെ അകലം പാലിക്കുവാൻ തുടങ്ങി. ഒരു മരുമകൾ സംസാരിക്കാത്ത രീതിയിൽ പോലും പെരുമാറുവാൻ തുടങ്ങി. എന്തിന്? എനിക്കെൻ്റെ വീട്ടിൽ തന്നെ സ്വസ്ഥമായി ഒന്നിരിക്കുവാനോ ഒരിറ്റ് ആഹാരം കഴിക്കുവാനോ ഒരിറ്റ് ജലം കുടിക്കുവാനോ പോലും കഴിയാതെയായി. പുറത്ത് ഞാൻ എങ്ങനെ പറയും? മാലോകരോട് എങ്ങനെ പറയും? എൻ്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുകയില്ലേ? ഞാൻ തന്നെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി എൻ്റെ മകൾ എനിക്കൊരിറ്റ് വെള്ളം തരുന്നതിന് പോലും കടക്ക് പറയുന്നു, അല്ലെങ്കിൽ അതിന് പോലും വിലക്ക് കൽപ്പിക്കുന്നു എന്ന് മാലോകരോട് എങ്ങനെ പറയും? ഉള്ളിൽ ഒതുക്കി എൻ്റെ മകളുടെയും മരുമകൻ്റെയും വെറുപ്പിൻ്റെ തീവ്രതയുടെ ഇടയിലും എനിക്ക് അല്പമെങ്കിലും മനസ്സന്തോഷവും സമാധാനവും ലഭിച്ചത് എൻ്റെ മകളുടെ കുഞ്ഞിനെ കാണുമ്പോഴായിരുന്നു. അതിൻ്റെ മുഖം കാണുമ്പോൾ, കളങ്കമില്ലാത്ത അവളുടെ മുഖം കാണുമ്പോൾ എൻ്റെ ഹൃദയം എന്തെന്നില്ലാതെ സന്തോഷിച്ചു. എന്നാൽ അതിനെപ്പോലും എൻ്റെ അരികിലൊക്കെ ഒന്ന് എത്തിക്കുവാനോ അബദ്ധവശാലെങ്കിലോ ആ കുഞ്ഞ് എൻ്റെ അരികിലേക്കൊന്ന് ഓടിയെത്തിയാൽ അതിനെ വഴക്ക് പറയുവാനോ നുള്ളുവാനോ അടിക്കുവാൻ പോലുമോ എൻ്റെ മകൾ മടിക്കാതെയായി. ക്രമാനുഗതമായി ആ കുഞ്ഞിനെയും എന്നിൽ നിന്ന് അവൾ അകറ്റി. ഇതെനിക്ക് വല്ലാത്ത സങ്കടത്തെ പ്രദാനം ചെയ്തു. ആരോടാ പറയുക, ഉള്ളിൽ ഒതുക്കുക തന്നെ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിനം വളരെ സ്നേഹത്തോടു കൂടി എൻ്റെ മകൾ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, അമ്മയെ, ഞാൻ കാണിച്ചതൊന്നും ശരിയായില്ല. അമ്മയെ അനാവശ്യമായി വെറുപ്പിക്കുന്നു, കുഞ്ഞിനെ പോലും അമ്മയുടെ കയ്യിലേക്ക് തരുന്നില്ല, തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി, അമ്മ എന്നോട് ക്ഷമിക്കണം, എൻ്റെ ചക്കര അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ ദിനങ്ങൾ കൃത്രിമമായ സ്നേഹം നടിച്ചു. ആ സ്നേഹം ഒരു കപട നാടകമായിരുന്നു എന്ന് ഞാൻ അല്പം പോലും ചിന്തിച്ചില്ല. എൻ്റെ മകളുടെ ഹൃദയം നിറഞ്ഞൊഴുകുന്ന സ്നേഹം കണ്ടപ്പോൾ അത് ആത്മാർത്ഥതയാൽ ചാലിക്കപ്പെട്ടതാണ് എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. പക്ഷേ ആ സ്നേഹം അവൾ നടിച്ചത് എൻ്റെ പേരിലുണ്ടായിരുന്ന ആ വീടും 37 സെൻറ്റ് വസ്തുവും അവളുടെ പേരിലേക്ക് മാറ്റിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അതിനും ഞാൻ മടി പറഞ്ഞില്ല. അവൾ ആവശ്യപ്പെട്ടതുപോലെ അവളുടെ നിർദ്ദേശപ്രകാരം ഞാൻ അവളുടെ പേരിലേക്ക് അതെഴുതി കൊടുത്തു. പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാനും പൊറുക്കുവാനും കഴിയാത്ത മറ്റൊരു മഹാപാപം അവൾ ചെയ്തു. ഒരു ദിനം അവളുടെ കുട്ടിയെ, അതായത് എൻ്റെ പേരക്കുട്ടിയെ ഞാനൊരു മുത്തം കൊടുക്കുന്നത് കണ്ട് അവൾ ഓടിയെത്തി ബഹളം വെച്ചു. എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിനെ കൊല്ലുന്നേ എന്ന് മാലോകരെ മുഴുവൻ വിളിച്ചു പറഞ്ഞു. അറിയാവുന്നവരോടെല്ലാം വിളിച്ചു പറഞ്ഞു. കാരണം നേരത്തെ ഭ്രാന്തിന് ചികിത്സിച്ചിട്ടുണ്ട് എന്ന് പണ്ടെന്നെ ചികിത്സിച്ച ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും ഇവരുടെ മുമ്പിലും പ്രദർശിപ്പിച്ചു. തുടർന്ന് ഏവരും കൂടി നിർബന്ധിച്ച് എന്നെ ഭ്രാന്താശുപത്രിയിലേക്ക് എത്തിച്ചു. കുഞ്ഞിൻ്റെ ജീവന് ഭീഷണിയാണ്, അല്ലെങ്കിൽ തനിയെ തന്നെ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇത്യാദി കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിർബന്ധപൂർവം ഭ്രാന്താശുപത്രിയിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു അവർ. അങ്ങനെ കുറേ കാലം ഞാനവിടെ കഴിയേണ്ടി വന്നു. എൻ്റെ മകളോ മരുമകനോ തിരിഞ്ഞവിടേക്കൊന്നും നോക്കിയതേയില്ല. കാലം കുറേയേറെ കഴിഞ്ഞപ്പോൾ ഒരു ദിനം ഒരു വാർത്ത ഞാൻ അറിഞ്ഞു. എൻ്റെ മകളെ ഉപേക്ഷിച്ച് അവളുടെ ഭർത്താവ് മറ്റൊരു യുവതിയോടൊപ്പം കടന്നു കളയുന്നതിന് മുമ്പ് എൻ്റെ മകളുടെ പേരിലേക്ക് ഞാൻ എഴുതി കൊടുത്ത ഭവനവും പുരയിടവും അവൻ വിറ്റ് കാശാക്കിയിരുന്നു. വാടക വീട്ടിലേക്ക് എൻ്റെ മകളെയും അവളുടെ കുട്ടിയെയും പാർപ്പിച്ചിട്ടാണ് ആ ദുഷ്ടൻ മറ്റൊരു സ്ത്രീയോടൊപ്പം ആ പൈസയുമായി കടന്നു കളഞ്ഞത്. തൻ്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചു പോയ ആഘാതത്താൽ എൻ്റെ പുത്രി അവളുടെ കുഞ്ഞിനെയും കൊണ്ട് കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ അവളുടെ ആയുസ്സിന് നഷ്ടം സംഭവിച്ചില്ല. പക്ഷേ അവളുടെ കുഞ്ഞ് വളരെ സങ്കടകരമായ രീതിയിൽ മരിക്കപ്പെട്ടു. അതോടുകൂടി അവൾ മാനസികമായി വളരെയേറെ തകർന്നുപോയി. ഈ വിവരമറിയുന്ന എൻ്റെ സഹോദരൻ ഹോസ്പിറ്റലിലെത്തി എന്നോട് ഈ വിവരം പറയുകയും ഡോക്ടറുടെ അഭിപ്രായപ്രകാരം എനിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്നും വളരെ നോർമലാണെന്നും എപ്പോൾ വേണമെങ്കിലും ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്നും പറഞ്ഞതോടുകൂടി എൻ്റെ സഹോദരൻ എന്നെ തിരികെ എൻ്റെ മകളുടെ അരികിലേക്ക് എത്തിച്ചു. അങ്ങേക്കറിയാമോ, ഇന്ന് ഞാൻ സമീപത്തിലെ പല ഭവനങ്ങളിലും വീട് പണി ചെയ്യുകയാണ്, പാത്രം കഴുകുകയാണ്, എൻ്റെ മകളെ ഭ്രാന്തിന് ചികിത്സിക്കുവാനുള്ള തുക കണ്ടെത്തുവാൻ. സർവേശ്വരൻ എന്താണ് ഇങ്ങനെ പ്രവർത്തിച്ചെന്ന് അറിഞ്ഞുകൂടാ. എന്നോടുള്ള കാരുണ്യം കൊണ്ടാണോ അതോ അവളോടുള്ള ദേഷ്യം കൊണ്ടാണോ അറിഞ്ഞുകൂടാ. എന്നെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഭ്രാന്തിയാക്കിയ എൻ്റെ മകളെ, അതിനുമപ്പുറം ഞാൻ കഷ്ടപ്പെട്ട് നേടിയ എൻ്റേതായിട്ടുള്ള വീടും പുരയിടവും ചതിയിലൂടെ സ്വന്തം പേരിലേക്ക് മാറ്റിയവളെ ഏതൊക്കെ രീതിയിൽ ദ്രോഹിക്കാമോ അത്തരത്തിലുള്ള രീതികളിലൂടെ മുഴുവൻ എന്നെ സങ്കടത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിവിട്ട മകളെ, അവൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഹോമിച്ചത് എന്നറിഞ്ഞിട്ടും അതിനെ അല്പം പോലും ചിന്തിക്കുവാനോ ഉൾക്കൊള്ളുവാനോ പരിശ്രമിക്കാതെ താൽക്കാലികമായ സ്വത്തിനും സമ്പത്തിനും വേണ്ടി എന്നെ ചതിച്ച എൻ്റെ മകൾക്ക് ഈശ്വരൻ കൊടുത്ത ശിക്ഷയാണോ ആചാര്യ ഇത്? പണ്ട് അറിവുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, താൻ നിരന്തരം ചെയ്യുന്നതിൻ ഫലം താൻ അനുഭവിച്ചിടുമെന്നേ വരും.
സാധാരണയായി പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ ജന്മത്തിൽ ചെയ്യുന്നതിൻ്റെ ശിക്ഷ അടുത്ത ജന്മം കൊടുക്കുമെന്ന്. എന്നാൽ ഭഗവാൻ ആ തീരുമാനത്തിന് മാറ്റം വരുത്തിയോ എന്ന് എനിക്കൊരു സംശയം. പണ്ട് അടുത്ത ജന്മത്ത് കൊടുത്തിരുന്ന ശിക്ഷ ഇപ്പോൾ ഉടനെ ഭഗവാൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അതിനുള്ള കാരണം ഇത്തരത്തിലുള്ള ദുർബുദ്ധികളെ ശിക്ഷിക്കുവാൻ അമാന്തിക്കുവാൻ പാടില്ല. കാല വിളംബനമുണ്ടായാൽ, അമാന്തമുണ്ടായാൽ ഇത്തരത്തിലുള്ള ദുർബുദ്ധികൾ അളവറ്റ രീതിയിൽ സമൂഹത്തെ ഗ്രസിക്കും. ഇവരുടെ സാന്നിധ്യത്താൽ സമൂഹം ശിഥിലമായി മാറും, മലീമസമായി മാറും. അതുകൊണ്ട് സർവേശ്വരൻ ഉടനെ ശിക്ഷ കൊടുക്കാൻ തുടങ്ങിയതായിരിക്കുമോ ആചാര്യ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? എൻ്റെ മകൾക്ക് ഈശ്വരൻ കൊടുത്ത ശിക്ഷയാണോ അതോ എൻ്റെ ശാപമാണോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം എന്ന് ആ അമ്മ എന്നോട് ചോദിക്കുന്നു. ഞാൻ ഇത്രയും നേരം പ്രിയമിത്രങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ച ഈ വിവരണം കഴിഞ്ഞ യജ്ഞവേദിയിൽ വെച്ച് പരിചയപ്പെട്ടതും സങ്കടക്കെട്ടുകൾ അഴിച്ചതുമായ ഒരമ്മയുടെ ഹൃദയ തലത്തെയായിരുന്നു. ആ അമ്മയുടെ ഹൃദയ വ്യഥയായിരുന്നു. തൻ്റെ പുത്രി ചെയ്യുന്നതിനുള്ള ശിക്ഷ സർവേശ്വരൻ കൊടുത്തതാണോ അതോ ആ അമ്മയുടെ ശാപമാണോ? സ്വന്തം സന്തതിക്ക് വേണ്ടി ജീവിതം മുഴുവൻ ഹോമിച്ചിട്ടും അറപ്പും വെറുപ്പും മാത്രം പ്രദാനം ചെയ്ത ഒരു സന്തതിയെ സ്വന്തം മാതാവ് ശപിച്ചാൽ ആ ശാപം എത്ര വലിയ ശക്തിശാലിനിയെയും ഹനിക്കുക തന്നെ ചെയ്യും എന്നതാണോ യാഥാർത്ഥ്യം? അതോ സർവേശ്വരൻ്റെ കോപമാണോ? എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ ആ സർവേശ്വരനോട് തന്നെ ചോദിക്കൂ, അവിടെ നിന്ന് ഉത്തരം നൽകും. മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ ഏവർക്കും നമസ്കാരം. ഹരി ഓം.